പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ സുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പീരുമേട് എംഎൽഎ അന്തരിച്ച വാഴൂർ സോമൻ അനുസ്മരണം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം സംബന്ധിച്ച് ഏറ്റവും വിഷമത്തോടുകൂടി നടത്തുന്ന ഒരു ഉദ്ഘാടനമാണ്. കാരണം ഈ ഉദ്ഘാടനം നടത്തേണ്ട ആള് ഇന്ന് നമ്മളുടെ വേദിയിലില്ല. നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും നമ്മുടെ ഈ പീരുമേട് നിയമത്തെ സംബന്ധിച്ചും ഏതൊരു കാര്യത്തിന് എപ്പോൾ ചെന്നാലും വിളിച്ചു പറഞ്ഞാൽ പോലും നടത്തി തരാത്ത കാര്യമാണെങ്കിൽ പോലും നമുക്ക് നോക്കാം, ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു എംഎൽഎ. അതിലുപരിയായിട്ട് ഞാൻ എൻ്റെ പുതുതുല്യനായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് വ്യക്തിയും അവരുടേതായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു വാർഡ് മെമ്പർ എന്നാലും മെമ്പറെ തന്നെ പോയിക്കോളെ, പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ്. അത്രയ്ക്ക് നമ്മളെ കാര്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയും നമ്മൾ ഒരു ആവശ്യം പറഞ്ഞാൽ ഇല്ല അല്ല നടക്കി തരാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22,50,000 രൂപ അനുവദിച്ചു വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനവും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ നിർവഹിച്ചു. അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്ന നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കുറേയേറെ വിഷയങ്ങളുണ്ട്. അത് താലൂക്ക് യോഗമാണെങ്കിലും കളക്ടറേറ്റിലെ മീറ്റിംഗ് ആണെങ്കിലും മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിനകത്തുള്ള മീറ്റിംഗിനാണെങ്കിലും എല്ലാം പീരുമേട് താലൂക്കിലെയും ഇടുക്കി ജില്ലയിലെയും പീരുമേട് താലൂക്കിൽ പ്രത്യേകിച്ച് പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നത് സംബന്ധിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് MI ശൈലജ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവത്തായി രാജൻ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബിത ആന്റണി, പീരുമേട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ തോമസ്, ആരോഗ്യ മേരി, ഇ ചന്ദ്രൻ, ഹരിഹരൻ, LC ശേഖർ, ബീന ജോസഫ്, പീരുമേട് MLAയുടെ PA M ഗണേശൻ, CPI ലോക്കൽ സെക്രട്ടറി MK ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് റിൻസിമോൾ CB, അധ്യാപകൻ തോമസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.